സൗദി അറേബ്യയിൽ ഈന്തപ്പനകൾക്കുള്ള സ്ഥാനം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഇവിടുത്തെ നിയമപ്രകാരം ഏതെങ്കിലും ഒരു വ്യക്തി ഒരു ഈന്തപ്പനയെ നശിപ്പിക്കുകയോ മുറിച്ചു മാറ്റുകയോ പരിക്കേൽപ്പിക്കുകയോ ചെയ്താൽ, അല്ലെങ്കിൽ അതിൻ്റെ ചുവട്ടിലെ മണ്ണിന് ഏതെങ്കിലും തരത്തിൽ കോട്ടം വരുത്തിയാൽ, അല്ലെങ്കിൽ അനധികൃതമായി ഈ വൃക്ഷം കടത്തുകയോ അതിൻ്റെ ഭാഗങ്ങൾ ഉപയോഗിക്കുകയോ ചെയ്താൽ 20,000 റിയാൽ പിഴയും 10 വർഷം തടവുമാണ് ശിക്ഷ. എന്തുകൊണ്ടാണ് സൗദി അറേബ്യൻ ഭരണകൂടം ഈന്തപ്പനയ്ക്ക് ഇത്ര പ്രാധാന്യം നൽകുന്നത്? മരുഭൂമിയിലെ പ്രതികൂല കാലാവസ്ഥകളിൽ മനുഷ്യർക്ക് അതിജീവനത്തിന് വേണ്ടതെല്ലാം ഈന്തപ്പന നൽകുന്നു. പരിശുദ്ധ ഖുർആനിൽ അനുഗ്രഹീതവും ശ്രേഷ്ഠവുമായ ഒരു വൃക്ഷമായി ഈന്തപ്പനയെ പരാമർശിക്കുന്നു. അല്ലാഹുവിൻ്റെ പ്രവാചകനായ മുഹമ്മദ് നബി ഈന്തപ്പന വളർത്തുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. സൗദിയുടെ ഔദ്യോഗിക ചിഹ്നത്തിലും ഈന്തപ്പന നമുക്ക് കാണാൻ കഴിയും. ലോകത്തെ ഏറ്റവും വലിയ ഡേറ്റ്സ് എക്സ്പോർട്ടിംഗ് രാജ്യങ്ങളിൽ ഒന്നാണ് സൗദി അറേബ്യ. പിന്നെ പരമ്പരാഗതമായ ആതിഥ്യ മര്യാദയുടെ ഭാഗമായി ഡേറ്റ്സും സൗദി കോഫിയും നൽകിയാണ് അതിഥികളെ ഇവിടെ സ്വീകരിക്കുക. ഇവിടുത്തെ ആഘോഷവേളകളിലും ഈന്തപ്പഴം ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഘടകമാണ്. അതുകൂടാതെ മരുഭൂമിയെ സുന്ദരമായ ഒരു ഉദ്യാനമാക്കി മാറ്റുന്നതിനും അതിൻ്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്നതിനും ഈന്തപ്പനയ്ക്ക് വലിയൊരു പങ്കുണ്ട്. ഇപ്പോൾ മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് ഈന്തപ്പന സൗദിയുടെ ദേശീയ വൃക്ഷമായി മാറിയതെന്ന്?